ഗുഡ് മോർണിംഗ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ജാവയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് സ്ട്രിങ് മാനിപ്പുലേഷനാണ്. ഓക്കെ, അപ്പോൾ അതിൽ മെയിനായിട്ട് സ്ട്രിങ് എന്താണ് ജാവയിൽ സ്ട്രിങ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി മെയിനായിട്ട് നമ്മൾ പറഞ്ഞു 3 ക്ലാസ്സസാണുള്ളത്. ഓക്കെ, അതിൽ സ്ട്രിങ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ്, കുറച്ച് മെത്തേഡ്സിൻ്റെ സാമ്പിൾ പ്രോഗ്രാംസും എല്ലാമാണ് നമ്മൾ നോക്കിയത്. ഇന്ന് നമ്മൾ മറ്റൊരു സ്ട്രിങ് മാനിപ്പുലേഷന് വേണ്ടി ജാവയിൽ യൂസ് ചെയ്യുന്ന മറ്റൊരു ക്ലാസ്സാണ് പഠിക്കാൻ പോകുന്നത്. അതാണ് സ്ട്രിങ് ബഫർ ക്ലാസ്. സ്ട്രിങ് ബഫർ എന്നാണ് പേര്. ഈ ക്ലാസ്സിൻ്റെ നെയിമൊക്കെ ഇതുപോലെ തന്നെ എഴുതണം. എസ് ക്യാപിറ്റൽ, ബി ക്യാപിറ്റൽ, വിത്തൗട്ട് എനി സ്പേസ്, അങ്ങനെ തന്നെ എഴുതണം പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ. ഓക്കെ, സോ നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നൊരു ക്ലാസ്സുണ്ട്, സ്ട്രിങ് ബഫർ എന്ന് പറയുന്ന ക്ലാസ്സുണ്ട്, സ്ട്രിങ് ബിൽഡർ എന്ന് പറയുന്ന അനദർ ക്ലാസ്സുണ്ട്. ഈ 3 ക്ലാസ് ഉപയോഗിച്ചാണ് നമ്മൾ സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യാനും സ്ട്രിങ് മാനിപ്പുലേഷനും എല്ലാം നമ്മൾ ഈ 3 ക്ലാസ്സുകളാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ് എന്ന് പറയുന്ന ക്ലാസ് ഇറ്റ് വിൽ ഓൾവേസ് ക്രിയേറ്റ് ഓൺലി ഇമ്മ്യൂട്ടബിൾ സ്ട്രിങ്സ്. ഇമ്മ്യൂട്ടബിൾ സ്ട്രിങ്സ് എന്താണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. ഹാവ് എ ചെക്ക് ഓവർ ഇറ്റ്. ഓക്കെ, ദെൻ അപ്പോൾ the main difference between string class over to string buffer and the string builder class is that the simple string class it will create an immutable string, while string buffer class and string builder class will create mutable strings. മ്യൂട്ടബിൾ സ്ട്രിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് സ്ട്രിങ്ങിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇമ്മ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സ്ട്രിങ് ക്ലാസ് കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഒരു S1 എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ഉണ്ട്, ഹലോ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ഉണ്ടെങ്കിൽ S1.append, ഓക്കെ, അപ്പെൻഡ് ചെയ്യാൻ അതുമായിട്ട് കോൺകാറ്റിനേറ്റ് ചെയ്യാൻ. ഓക്കെ, കോൺകാറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് അവിടെ യൂസ് ചെയ്യുന്നത്. കോൺകാറ്റിനേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, മറ്റൊരു ഒരു സ്ട്രിങ് യൂസ് ചെയ്ത് നമ്മൾ കോൺകാറ്റിനേറ്റ് ചെയ്യുകയാണെങ്കിൽ S1 കോൺകാറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പുതിയൊരു ജാവ, ഹലോ എന്നാണ് ആദ്യം, ദെൻ ജാവ എന്ന് പറയുന്നത് കോൺകാറ്റിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ പുതിയൊരു ക്ലാസ്സായിട്ടാണ്, പുതിയൊരു ഒബ്ജക്റ്റായിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്യുക. അതായത് പഴയ ഹലോ അവിടെ കാണും, ദെൻ ഹലോ ജാവ എന്ന് പറയുന്ന അനദർ സ്ട്രിങ് ഒബ്ജക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയതിനെ നമുക്ക് എക്സ്പ്ലിസിറ്റ്ലി ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. S1.concat എന്ന് കൊടുത്ത് നമുക്ക് വി കാൺ ചേഞ്ച് ഇറ്റ്. ഓക്കെ, അതാണ് ഇമ്മ്യൂട്ടബിൾ സ്ട്രിങ് എന്ന് വെച്ചാൽ. പക്ഷേ സ്ട്രിങ് ബഫർ ക്ലാസ്സും സ്ട്രിങ് ബിൽഡർ ക്ലാസ്സും മ്യൂട്ടബിൾ സ്ട്രിങ്സ് ആണ്. അതായത് മെയിൻ ഡിഫറൻസ് ഇത് തന്നെയാണ്. നമ്മൾ അപ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്ട്രിങ്ങിൽ തന്നെ ആയിരിക്കും അപ്പെൻഡായി വരുന്നത്. ഓക്കെ, അപ്പോൾ ഹലോ എന്ന് പറയുന്ന S1 ഹലോ എന്നാണെങ്കിൽ സ്ട്രിങ് S1.append കൊടുത്താൽ ഹലോ എന്ന് പറയുന്ന ആ ഒബ്ജക്റ്റ് തന്നെയാണ് മാറി ഹലോ ജാവ എന്നായി മാറപ്പെടുന്നത്. ഓക്കെ, പഴയ ഒബ്ജക്റ്റിൽ തന്നെയാണ് നമ്മൾ മാറ്റം വരുത്തുന്നത്, അല്ലാതെ പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയല്ല അവിടെ ചെയ്യുന്നത്. അതാണ് ദ മേജർ ഡിഫറൻസ്. ഓക്കെ, സോ ഈ സ്ട്രിങ് ബഫർ ക്ലാസ്സിലെ മേജറായിട്ടുള്ള 3 കൺസ്ട്രക്ടേഴ്സാണ് സ്ട്രിങ് ബഫർ, സ്ട്രിങ് ബഫർ, സ്ട്രിങ് STR, സ്ട്രിങ് ബഫർ ഇൻറ്റു കപ്പാസിറ്റി. അതായത് സ്ട്രിങ് ബഫർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സിംപ്ലി ക്രിയേറ്റ്സ് ആൻ എംപ്റ്റി സ്ട്രിങ് ബഫർ വിത്ത് ദ ഇനിഷ്യൽ കപ്പാസിറ്റി ഓഫ് 16. അതായത് 16 ബൈറ്റുള്ള ഒരു ഇനിഷ്യൽ കപ്പാസിറ്റി ഉള്ള ഒരു എംപ്റ്റി സ്ട്രിങ് ബഫർ ക്രിയേറ്റ് ചെയ്യുകയാണ് ഈ സ്ട്രിങ് ബഫർ എന്ന് പറയുന്ന നോർമൽ കൺസ്ട്രക്ടർ യൂസ് ചെയ്ത്. ഓക്കെ, സ്ട്രിങ് ബഫർ ഒരു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറാണത്. എന്താണ് പാരാമീറ്ററായിട്ട് പാസ് ചെയ്യുന്ന അനദർ ഒരു സ്ട്രിങ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഒരു സ്ട്രിങ് ബഫർ ക്രിയേറ്റ് ചെയ്യും വിത്ത് ദ സ്പെസിഫൈഡ് സ്ട്രിങ് STR എന്താണോ കൊടുത്തിരിക്കുന്നത് ആ സ്ട്രിങ് വെച്ചിട്ടുള്ള ഒരു സ്ട്രിങ് ബഫർ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇനി സ്ട്രിങ് ബഫർ ഇൻറ്റു കപ്പാസിറ്റി ആണെങ്കിൽ എന്താണ്, അവിടുത്തെ പാരാമീറ്റർ കപ്പാസിറ്റി ആണ്. സോ
it will create an empty string buffer with the specified capacity as length. ഓക്കെ, സോ ഇതിൽ യൂസ് ചെയ്യുന്ന മേജറായിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് പരിചയപ്പെടാം. നിങ്ങൾക്കെല്ലാം അറിയാവുന്നത് തന്നെയാണ്. ഒന്നാമത്തേത് അപ്പൻഡ് സ്ട്രിങ് എസ് എന്തായിരിക്കും, നമുക്ക് നമ്മുടെ പുതിയ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്ട്രിങ്ങിലേക്ക് പുതിയ ഏതെങ്കിലും സ്ട്രിങ് അപ്പൻഡ് ചെയ്യണമെങ്കിലാണ് നമ്മൾ അപ്പൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇൻസേർട്ട് ഇൻറ്റു ഓഫ്സെറ്റ് എസ് സ്ട്രിങ് എസ്. അതെന്താണ് ചെയ്യുന്നത്, ഒരു സ്ട്രിങ്ങിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും നമുക്ക് പുതിയൊരു സ്ട്രിങ് ഇൻസേർട്ട് ചെയ്യണമെങ്കിലാണ് ചെയ്യുന്നത്. ഇൻറ്റു ഓഫ്സെറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ സ്ട്രിങ് ക്യാരക്ടറിൽ 0 മുതൽ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്ത് ഓഫ്സെറ്റ് എത്രയാണോ പറഞ്ഞിരിക്കുന്നത് അവിടെ മുതൽ ആ ഭാഗത്ത് ഈ നമ്മുടെ പുതിയ സ്ട്രിങ് ഇൻസേർട്ട് ചെയ്തിട്ട് റിമൈനിങ് പിന്നെ പുഷ് ചെയ്ത് അത്രയും എത്രയാണോ പുതിയ സ്ട്രിങ്ങിൻ്റെ സൈസ് അത്രയും ക്യാരക്ടേഴ്സ് കഴിഞ്ഞിട്ട് റിമൈനിങ് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന സ്ട്രിങ്ങിൻ്റെ റിമൈനിങ് കാണാൻ പറ്റും. ഓക്കെ, അതൊരു എക്സാമ്പിൾ പ്രോഗ്രാം കാണിച്ചു തരാം. എനിവേ, റീപ്ലേസ് ഇൻ ദ സ്റ്റാർട്ട് ഇൻഡെക്സ് ഇൻ ദ എൻഡ് ഇൻഡെക്സ് സ്ട്രിങ് str. അതെന്താണ്, ഒരു നമ്മുടെ സ്ട്രിങ്ങിൻ്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്ട്രിങ്ങിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു സ്ട്രിങ്ങിന് പകരം വേറൊരു സ്ട്രിങ് വരുത്താൻ വേണ്ടിയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലത്തെ തന്നെ ഉള്ള പ്രത്യേകത ശ്രദ്ധിച്ചോളണം. സ്റ്റാർട്ട് ഇൻഡെക്സും എൻഡ് ഇൻഡെക്സും. സ്റ്റാർട്ട് ഇൻഡെക്സ് നമ്മൾ നോക്കുന്നത് ആദ്യത്തെ ക്യാരക്ടറിന് 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ എൻഡ് ഇൻഡെക്സ് നോക്കുമ്പം ആദ്യത്തെ ക്യാരക്ടറിന് എന്താണ് 1 മുതലാണ് ഇൻഡെക്സ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അത് ശ്രദ്ധിച്ചോളാം. അതുപോലെ തന്നെ ഡിലീറ്റ് ഇൻഡെക്സും ഒരു സ്പെസിഫൈഡ് സ്റ്റാർട്ട് ഇൻഡെക്സിനും എൻഡ് ഇൻഡെക്സിനും ഇടയിലുള്ള ക്യാരക്ടേഴ്സിനെ എടുത്ത് കളയാൻ വേണ്ടിയാണ് ഡിലീറ്റ് യൂസ് ചെയ്യുന്നത്. ദെൻ റിവേഴ്സ് എന്തിനാണ്, സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്യാൻ. കപ്പാസിറ്റി നമ്മുടെ കറൻറ്റ് സ്ട്രിങ്ങിൻ്റെ കപ്പാസിറ്റി അറിയാൻ വേണ്ടിയാണ്. ദെൻ എൻഷുർ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇൻ്റെ മിനിമം കപ്പാസിറ്റി, അതായത് മിനിമം കപ്പാസിറ്റി നമ്മുടെ നമ്മുടെ സ്ട്രിങ്ങിന് എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എൻഷുർ കപ്പാസിറ്റി എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ക്യാരറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻഡെക്സിലെ ക്യാരക്ടർ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയാണ്. ലെങ്ത് നമ്മുടെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയാണ്. ദെൻ സബ് സ്ട്രിങ് ഇൻ്റെ ബിഗിൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബിഗിൻ ഇൻഡെക്സിൽ തുടങ്ങി എൻഡ് ഇൻഡെക്സ് വരെയുള്ള സ്ട്രിങ്ങിൻ്റെ അത്രയും സബ് സ്ട്രിങ്ങിനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയാണ്. ദെൻ സബ് സ്ട്രിങ് പറഞ്ഞ 2 ടൈപ്സ്, ബിഗിൻ ഇൻഡെക്സും എൻഡ് ഇൻഡെക്സും സ്പെസിഫൈ ചെയ്താൽ അത്രയും ഭാഗത്ത് മാത്രം ഇടയിലുള്ള സബ് സ്ട്രിങ് കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, ഇനി അപ്പോൾ മ്യൂട്ടബിൾ സ്ട്രിങ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് എന്താണെന്ന്. എനിവേ യു മേ നോ ദാറ്റ്. ഓക്കെ, ഇനി അടുത്ത ഓരോ മെത്തേഡ്സിൻ്റെ പ്രോഗ്രാം നോക്കിക്കോളൂ. ആദ്യത്തെ അപ്പൻഡ് മെത്തേഡാണ്. അപ്പൻഡ് മെത്തേഡ് നമ്മൾ പറഞ്ഞു തന്നെയാണ് സ്ട്രിങ്. അപ്പോൾ ഇവിടെ എന്താണ്, സ്ട്രിങ് ബഫർ SBC ഒരു ന്യൂ സ്ട്രിങ് ബഫർ ഹലോ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ദെൻ SB.append ജാവ. അപ്പോൾ ഹലോ ജാവ എന്നത് പ്രിൻ്റ് ചെയ്യും. ഓക്കെ, നേരത്തെ നമ്മുടെ നോർമൽ സ്ട്രിങ് ക്ലാസ് വെച്ചാണെങ്കിൽ പ്രിൻ്റ് ചെയ്യുമോ? ഇല്ല. SB.append ജാവ എന്ന് കൊടുത്താലും ഹലോ എന്ന് മാത്രമേ SB പ്രിൻ്റ് ചെയ്യുമ്പോൾ ഹലോ എന്ന് മാത്രമേ പ്രിൻ്റ് ചെയ്യുള്ളൂ. ഓക്കെ, so that is the difference between string and string buffer class. Okay, ഇനി string buffer insert മെത്തേഡ് നോക്കൂ. ഹലോ എന്നാണ് ആദ്യത്തെ സ്ട്രിങ്. SB.insert 1 ജാവ. അപ്പോൾ ഒന്നാമത്തെ പൊസിഷനിൽ ജാവ എന്ന് പറയുന്ന സ്ട്രിങ് കൂടെ അതിനിടയിലോട്ട് ഇൻസേർട്ട് ചെയ്യപ്പെടുകയാണ് വരുന്നത്. അപ്പോൾ കണ്ടോ, ഔട്ട് ചെയ്യുമ്പോൾ എന്താ കണ്ടോ, ജാവ പിന്നെ റിമൈനിങ് ഉള്ള ELLO വന്നേക്കുന്നുണ്ടോ. ഓക്കെ, ദെൻ സ്ട്രിങ് ബഫർ റീപ്ലേസ് ചെയ്യാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കൂ, അതിൽ കണ്ടോ റീപ്ലേസ് 1 3 ജാവ. അപ്പോൾ 1 എന്ന് പറയുന്നത് എത്രയാണ്, ആണ്. ഓക്കെ, 3 എന്ന് പറയുന്നത് Hന് 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം 1 2 3. അപ്പോൾ യും എല്ലും ലെറ്റേഴ്സിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു യൂസിങ് വിച്ച് ലെറ്റേഴ്സ്, ജാവ. സോ HJAVA. ദെൻ റിമൈനിങ് യെല്ലോ അവിടെ കാണും. ഓക്കെ, ദെൻ ഇനി അടുത്തത് ഡിലീറ്റും അതുപോലെ തന്നെയാണ്. നമ്മൾ ഈ സ്റ്റാർട്ട് ഇൻഡെക്സും എൻഡ് ഇൻഡെക്സും എപ്പോഴും വരുമ്പോഴത്തേക്കും നിങ്ങൾ ഈ കോമ്പറ്റിറ്റീവ് എക്സാംസിനൊക്കെ ഇത് വെച്ചിട്ട്
ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും തെറ്റും. ഇതാണ് സ്റ്റാർട്ട് ഇൻഡെക്സും എൻഡ് ഇൻഡെക്സും എടുക്കുന്നതിലുള്ള ഡിഫറൻസ് നിങ്ങൾ ശ്രദ്ധിച്ചോളുക. ഓക്കെ, സ്റ്റാർട്ട് ഇൻഡെക്സ് 0 മുതലും എൻഡ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി 1 മുതലുമാണ് എടുക്കുന്നത്. ഓക്കെ, ആരും തെറ്റിക്കരുതത്. അപ്പോൾ എസ് ബി ഡോട്ട് ഡിലീറ്റ് കൊടുക്കുമ്പോൾ എന്താ പറ്റുന്നത്? അപ്പോൾ ഇയും എല്ലും ആണ് ഡിലീറ്റ് ആയി പോകുന്നത്. സോ റിമൈനി HLO എന്ന് പ്രിൻറ്റ് ചെയ്യും. ദെൻ റിവേഴ്സ് അറിയാമല്ലോ, ഹലോ, അതിനെ റിവേഴ്സ് ചെയ്യുമ്പോഴത്തേക്കും OLLEH എന്ന് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ദെൻ കപ്പാസിറ്റി നമുക്ക് ഇപ്പോൾ നമ്മൾ മെൻഷൻ ചെയ്യാത്ത ഒരു നമ്മൾ സൈസസ് മെൻഷൻ ചെയ്യുന്നില്ല എങ്കിൽ ബൈ ഡിഫോൾട്ട് ദ സൈസ് ഓഫ് എനി സ്ട്രിങ് വിൽ ബി സെറ്റ് ടു ആസ് 16. സോ ഇവിടെ SB എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കപ്പാസിറ്റി നോക്കിയപ്പോൾ കണ്ടോ, ഡിഫോൾട്ട് 16 ആണ്. അപ്പോൾ 16 എന്നായിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്. ദെൻ SB ഡോട്ട് അപ്പൻഡ് ഹലോ എന്ന് അതിലേക്ക് അപ്പൻഡ് ചെയ്തു. അപ്പോൾ ഹലോ എന്ന അത്രയും HEL അല്ലോ, 5 ലെറ്റേഴ്സേ ഉള്ളൂ, പക്ഷേ 16 ഓൾറെഡി ഉണ്ട്. സോ വീണ്ടും SB ഡോട്ട് കപ്പാസിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ 16 തന്നെയായിരിക്കും. ഇനി അതിൻ്റെ കൂടെ വീണ്ടും SB ഡോട്ട് അപ്പൻഡ് ജാവ ഈസ് മൈ ഫേവറേറ്റ് ലാംഗ്വേജ് എന്നൂടെ കൊടുക്കുകയാണ്. അപ്പോൾ എത്രയായി? HEL അല്ലോ, ഓൾറെഡി 5 പോയി. ദെൻ ഒരു സ്പേസ് കഴിഞ്ഞിട്ടായിരിക്കും ജാവ. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഇത് 16 കൂടുതൽ ലെറ്റേഴ്സ് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാം, 16 കൂടുതൽ ലെറ്റേഴ്സ് അപ്പൻഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കമ്പൈലർ എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മുടെ മിനിമം കപ്പാസിറ്റി ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അതിനുള്ള മിനിമം കപ്പാസിറ്റി എത്രയാണെന്ന് നോക്കും. 16 ഇൻറ്റു 2 ചെയ്യും. ഓക്കെ, 16 ഇൻറ്റു 2 പ്ലസ് 2 ചെയ്യും. അപ്പോൾ എത്രയാവും? 32 പ്ലസ് 2 34 ആവും. ഓക്കെ, ദാറ്റ് ഈസ് ഓൾഡ് കപ്പാസിറ്റി ഇൻറ്റു 2 പ്ലസ് 2. അപ്പം നമുക്ക് മോർ ക്യാരക്ടേഴ്സ് നമ്മുടെ സ്ട്രിങ്ങിലോട്ട് അപ്പൻഡ് ചെയ്യാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ മോർ കപ്പാസിറ്റി ആഡ് ചെയ്യുമ്പോൾ, മോർ ആൻഡ് മോർ ആവുമ്പോൾ, നമ്മുടെ സ്ട്രിങ് മോർ ആൻഡ് മോർ ആവുമ്പം ഇങ്ങനെയാണ് നമ്മുടെ മെമ്മറി കൂടിക്കൂടി പോകുന്നത്. എങ്ങനെയാണ്? മിനിമം 16 ആയിരിക്കും ഒരു സ്ട്രിങ്ങിന് കാണുന്നത്. അപ്പോൾ കൂടുതലായി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സ്ട്രിങ്ങിൻ്റെ സൈസ് കൂടും. എങ്ങനെയാണ് കപ്പാസിറ്റി എങ്ങനെയാണ് കൂടുന്നത്? ഇപ്പം മിനിമം എത്രയായിരുന്നു, ഓൾഡ് കപ്പാസിറ്റി എത്രയായിരുന്നു, അത് ഇൻറ്റു 2 പ്ലസ് 2. അപ്പോൾ ഇനി നോക്കൂ, ഇനിയിപ്പോൾ ഈ കുറേ വീണ്ടും അപ്പൻഡ് ചെയ്യുകയാണ്. ഇതിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്ത് വന്നപ്പോൾ 34 കൂടുതലായി, 38 ആയെന്ന് വിചാരിക്കൂ. അപ്പോൾ 38 ക്യാരക്ടേഴ്സ് കൊള്ളാൻ വേണ്ടി അപ്പോൾ എത്രയാക്കും മിനിമം? നേരത്തെ ഉള്ള മിനിമം എത്രയായിരുന്നു? 34 ആയിരുന്നു. അപ്പോൾ 34 ഇൻറ്റു 2 പ്ലസ് 2 ചെയ്യും. ഓക്കെ, 34 ഇൻറ്റു 2 പ്ലസ് 2 ചെയ്യും. അപ്പോൾ അങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി അനദറൊരു മെത്തേഡ്, അതാണ് നമ്മുടെ കപ്പാസിറ്റി മെത്തേഡ്. ഓക്കെ, കപ്പാസിറ്റി മെത്തേഡ് ഇപ്പോഴുള്ള മിനിമം, ഇപ്പോഴുള്ള കപ്പാസിറ്റി, നമ്മുടെ ബഫറിനുള്ള സ്ട്രിങ്ങിനുള്ള കപ്പാസിറ്റി എത്രയാണെന്ന് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, ഇനി അടുത്ത ഒരു ഫംഗ്ഷന് എൻഷുർ കപ്പാസിറ്റി. അതായത് നമ്മുടെ ബഫറിന് ഇത്രയും മിനിമം കപ്പാസിറ്റി ഉണ്ടെന്ന് നമ്മൾ എൻഷുർ ചെയ്യണം. അപ്പോൾ നമ്മുടെ ആസ് എ പ്രോഗ്രാമർ, ഇഫ് വി നോ ഇത്രയും സ്പേസ് വേണം എന്തായാലും മിനിമം, അത്രയുണ്ടോ എന്ന് നമുക്ക് എൻഷുർ ചെയ്യണം. ഇല്ലെങ്കിൽ പ്രശ്നമാവും. അങ്ങനെ എന്തെങ്കിലും കേസ് നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ വേണമെങ്കിൽ വി ക്യാൻ എൻഷുർ യൂസിങ് വിച്ച് മെത്തേഡ്? എൻഷുർ കപ്പാസിറ്റി. അപ്പോൾ ഇവിടെ നോക്കൂ, അപ്പോൾ ഇവിടെ ഒരു ബഫർ SB എന്ന് പറയുന്ന സ്ട്രിങ് ബഫർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ കപ്പാസിറ്റി എത്രയാണ്? 16 തന്നെയാണ്. അതിൻ്റെ കൂടെ ഹലോ എന്നൂടെ അപ്പൻഡ് ചെയ്തു. അപ്പോഴും നമ്മുടെ കപ്പാസിറ്റി 16 തന്നെയാണ്. ദെൻ വീണ്ടും നമ്മൾ പഴയ പ്രോഗ്രാം തന്നെയാണ് കേട്ടോ, SB ഡോട്ട് അപ്പൻഡ് ജാവ ഈസ് മൈ ഫേവറേറ്റ് ലാംഗ്വേജ്. അപ്പം 16 കൂടുതൽ പോവുകയാണ്. അപ്പം വീണ്ടും കപ്പാസിറ്റി പ്രിൻറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എത്രയായി കഴിഞ്ഞിരിക്കും? 34 ആയി കഴിഞ്ഞിരിക്കും. ഓക്കെ, അപ്പോൾ എന്നിട്ട് പറയുകയാണ് SB ഡോട്ട് എൻഷുർ കപ്പാസിറ്റി 10 എന്ന് പറഞ്ഞാൽ SBക്ക് 10 മിനിമം കപ്പാസിറ്റി വേണമെന്ന് ഞാൻ എൻഷുർ ചെയ്യാണ്. പക്ഷേ ഓൾറെഡി ഇപ്പോൾ അതിന് എത്ര തന്നെ ഉണ്ട്? 34 ഉണ്ട്. അപ്പോൾ അത് എൻഷുർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പം കപ്പാസിറ്റി മാറുമോ? ഇല്ല. ഇനി അടുത്തത്, അപ്പം നമ്മൾ വീണ്ടും കപ്പാസിറ്റി പ്രിൻറ്റ് ചെയ്ത് നോക്കുമ്പോൾ 34 തന്നെ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് SB ഡോട്ട് എൻഷുർ കപ്പാസിറ്റി 50 ആക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. ഓക്കെ, എൻ്റെ ബഫറിന് 50 വേണം. അപ്പം കമ്പൈലർ നോക്കുമ്പോൾ എന്താ സംഭവം?
ഇപ്പോൾ 34 ഉള്ളൂ. അപ്പം നമ്മളത് ഇൻക്രീസ് ചെയ്യണം. 34 ഇൻക്രീസ് ചെയ്യുന്നത് 50 ഇവർ പറയുന്ന പോലെ നമുക്ക് 50 ആക്കാൻ പറ്റുമോ? ഇല്ല. എങ്ങനെ ചെയ്യാൻ പറ്റൂ? ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത്, അതായത് ഓൾഡ് കപ്പാസിറ്റി എത്രയാണ് അത് ഇൻറ്റു 2 + 2 ചെയ്യാം. സോ 34 ഇൻറ്റു 2 + 2 ചെയ്യും. അപ്പോൾ എത്രയോ 70 ആകും. ഓക്കെ. അപ്പോൾ നമ്മൾ പിന്നെ ഈ എൻഷുർ കപ്പാസിറ്റി 50 കഴിഞ്ഞിട്ട് നമ്മൾ പ്രിൻ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, കപ്പാസിറ്റി പ്രിൻ്റ് ചെയ്ത് നോക്കുമ്പോൾ അവർ കപ്പാസിറ്റി വിൽ ബി 70 നോട്ട് 50. ഓക്കെ. അപ്പോൾ ഇതും ഒക്കെ ഈ ഇതുപോലത്തെ കോമ്പറ്റിറ്റീവ് എക്സാംസിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ് കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ സ്ട്രിങ് ബിൽഡർ ക്ലാസ് എന്താണ്? അപ്പോൾ സ്ട്രിങ് ക്ലാസ് കഴിഞ്ഞു, സ്ട്രിങ് ബഫർ ക്ലാസ് കഴിഞ്ഞു, സ്ട്രിങ് ബിൽഡർ ക്ലാസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രിങ് ക്ലാസ് over string buffer and string builder class is that both these string buffer and string builder class can create mutable strings. Okay, mutable strings നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് we can change the string. Okay, ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രിങ് ബഫർ ക്ലാസ് ആൻഡ് സ്ട്രിങ് ബിൽഡർ ക്ലാസ്? ശരിക്കും സ്ട്രിങ് ബഫർ ക്ലാസ്സിൻ്റെ അതേ മെത്തേഡ്സും കാര്യങ്ങളും കൺസ്ട്രക്ടേഴ്സും എല്ലാം തന്നെയാണ് സ്ട്രിങ് ബിൽഡർ ക്ലാസ്സിൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ ദ മേജർ ഡിഫറൻസ് ഈസ് ദാറ്റ് സ്ട്രിങ് ബിൽഡർ ക്ലാസ് എന്ന് പറയുന്നത് നോൺ സിങ്ക്രണൈസ്ഡ് ആണ്. ഓക്കെ, സ്ട്രിങ് ബഫർ ക്ലാസ് എന്ന് പറയുന്നത് സ്ട്രിങ് ബിൽഡർ ക്ലാസ് എന്ന് പറയുന്നത് നോൺ സിങ്ക്രണൈസ്ഡ് ആണ്. ഓക്കെ, അതെന്താണെന്ന് ഞാൻ പിന്നെ ഡിഫറൻസിൽ പറഞ്ഞുതരാം. ഇപ്പോൾ ഇനി വേറൊരു കാര്യമുള്ളത്, ഈ സ്ട്രിങ് ബിൽഡർ ക്ലാസ് JDK 1.5 മുതലാണ് നമ്മൾ ആ ഒരു ക്ലാസ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അതുവരെ JDK 1.5 മുന്നേ വരെയുള്ള കമ്പൈലേഴ്സിലൊന്നിലും JDKസിലൊന്നിലും we can't see string builder class. Okay, JDK 1.5 മുതലുള്ള വേർഷൻസിലാണ് സ്ട്രിങ് ബിൽഡർ ക്ലാസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ നമ്മുടെ അപ്പോൾ എന്തായാലും സ്ട്രിങ് ബഫറും സ്ട്രിങ് ബിൽഡറും എന്ന് പറയുന്ന ഡിഫറൻസ് പറഞ്ഞിട്ട് ഇനി മുന്നോട്ട് പോകാം. സ്ട്രിങ് ബഫർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സിങ്ക്രണൈസ്ഡ്, അതായത് ത്രെഡ് സേഫാണ്. അതായത് 2 ത്രെഡ്സ് ഉണ്ടെങ്കിൽ സ്ട്രിങ് ബഫറിലെ ഏതെങ്കിലും ഒരു മെത്തേഡിന് ഈ 2 ത്രെഡിനും സൈമൾട്ടേനിയസ്ലി കോൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒരേ ത്രെഡ് ഒന്നുകൂടെ കിട്ടുള്ളൂ. സ്ട്രിങ് ബഫറിലെ ഏതെങ്കിലും ഒരു മെത്തേഡിന് 2 ത്രെഡ്സിന് സൈമൾട്ടേനിയസ്ലി, അതായത് ഒരേ സമയം വിളിക്കാൻ പറ്റില്ല. ഓക്കെ, അതേസമയം നമ്മുടെ സ്ട്രിങ് ബിൽഡർ എന്ന് പറയുന്നത് നോൺ സിങ്ക്രണൈസ്ഡ് ആണ്, അതായത് ത്രെഡ് സേഫ് അല്ല. അതായത് നമ്മുടെ സ്ട്രിങ് ബിൽഡർ ക്ലാസ്സിലെ ഏതൊരു മെത്തേഡിനെയും ഏതൊരു ത്രെഡുകൾക്കും ഏത് സമയം വേണമെങ്കിലും ഉപയോഗിക്കാം. അതായത് സൈമൾട്ടേനിയസ്ലിയോ അല്ലാതെയോ ഒരേ സമയവും ഒരേ ആ മെത്തേഡിന് പല ത്രെഡ്സിന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ, ത്രെഡ് സേഫ് അല്ല. സോ ഇറ്റ് ഈസ് നോൺ സിങ്ക്രണൈസ്ഡ്. സ്ട്രിങ് ബിൽഡർ എന്ന് പറഞ്ഞാൽ നോൺ സിങ്ക്രണൈസ്ഡ് ആണ്, പക്ഷേ സ്ട്രിങ് ബഫർ എന്ന് പറഞ്ഞാൽ സിങ്ക്രണൈസ്ഡ് ആണ്. ഒരു സമയം ഒരു ത്രെഡിന് മാത്രമേ ഒരു മെത്തേഡിനെ യൂസ് ചെയ്യാൻ പറ്റൂ സ്ട്രിങ് ബഫറിൽ. സോ ഇറ്റ് ഈസ് സിങ്ക്രണൈസ്ഡ്. സ്ട്രിങ് ബിൽഡർ എന്ന് പറയുന്നത് നോൺ സിങ്ക്രണൈസ്ഡ് ആണ്. ഒരു മെത്തേഡിന് എല്ലാ ത്രെഡ്സിനും ഏത് സമയം വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രിങ് ബഫർ ആൻഡ് സ്ട്രിങ് ബിൽഡർ ക്ലാസ്. ഇനി അതുപോലെ തന്നെ ഈ സ്ട്രിങ് ബഫർ അതുകൊണ്ട് തന്നെ ലെസ് എഫിഷ്യൻ്റ് ആണ്. കാരണം അപ്പോൾ ഒരു ത്രെഡ് ഒരു മെത്തേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അതർ ത്രെഡ്സ് ഹാവ് ടു വെയിറ്റ് അല്ലേ. പക്ഷേ മറ്റേ സ്ട്രിങ് ബിൽഡറിൽ അങ്ങനെയല്ല, വെയിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. എല്ലാ ത്രെഡ്സിനും ഒരേ സമയം തന്നെ ആ മെത്തേഡ് യൂസ് ചെയ്യാം അല്ലേ. അതുവഴി എന്താണ്, മോർ എഫിഷ്യൻ്റ് ആവുകയാണ് നമ്മുടെ സിസ്റ്റം ചെയ്യുന്നത്. അപ്പോൾ string buffer is less efficient than string builder, while the string builder is more efficient than string buffer. Okay, that is the main difference between string buffer and string builder class. ഇനി നമ്മുടെ സ്ട്രിങ് ബിൽഡർ ക്ലാസ്സിലോട്ട് നമുക്ക് റിട്ടേൺ ചെയ്യാം. സോ അതിൽ ഞാൻ പറഞ്ഞു
നമ്മുടെ സ്ട്രിംഗ് ബഫർ ക്ലാസ് തന്നെയാണ് സ്ട്രിംഗ് ബിൽഡർ ക്ലാസ്. അതേ മെത്തേഡ്സും കൺസ്ട്രക്ടേഴ്സും കാര്യങ്ങളും തന്നെയാണ്. സോ വാട്ട് ആർ ദ കൺസ്ട്രക്ടേഴ്സ്? സ്ട്രിംഗ് ബിൽഡർ സ്ട്രിംഗ് str, സ്ട്രിംഗ് ബിൽഡർ ഇൻറ്റു ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പാസിറ്റി. ഓക്കെ, സോ അത് എന്തൊക്കെയാണ് മെത്തേഡ്സ്? അപ്പൻഡ്, ഇൻസേർട്ട്, ദെൻ റീപ്ലേസ്, ഡിലീറ്റ്, റിവേഴ്സ്, കപ്പാസിറ്റി, എൻഷുർ കപ്പാസിറ്റി, ക്യാരറ്റ്, ലെങ്ത്, സബ്സ്ട്രിങ് 2 ടൈപ്പ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ നേരത്തെയുള്ള സ്ട്രിംഗ് ബഫർ ക്ലാസ്സിലും പറഞ്ഞത്. അത്രയും മെത്തേഡ്സ് തന്നെയാണ് നമ്മൾ സ്ട്രിംഗ് ബിൽഡറിൽ ഉള്ളത്. പക്ഷേ ദ മേജർ ഡിഫറൻസ് ഈസ് റിഗാർഡിങ് ദ ത്രെഡ്സ്. ഒന്ന് ത്രെഡ് സേഫ് ആണ്, അനദർ വൺ ഈസ് നോട്ട് ത്രെഡ് സേഫ്. ഓക്കെ, സോ എന്താണ് അപ്പൻ്റെ മെത്തേഡ്? എങ്ങനെയായിരിക്കും? നമ്മൾ പഴയതുപോലെ തന്നെയാണ്. ഹലോ ജാവ എന്ന് പറയും, ഹലോ ജാവ എന്ന് പ്രിൻ്റ് ചെയ്യുന്നു. ദെൻ ഇൻസേർട്ടും അതുപോലെ തന്നെയാണ്. ഓക്കെ, സോ സ്പെസിഫൈഡ് ഓഫ്സെറ്റിൽ പോയി പുതിയ സ്ട്രിങ് ഇൻസേർട്ട് ആകുന്നു. ഓക്കെ, റീപ്ലേസ് എന്താണ്? എവിടെ ബിഗിൻ ഇൻഡെക്സും എൻഡ് ഇൻഡെക്സും നോക്കിയിട്ട് അതിനിടയിൽ അത്രയും ക്യാരക്ടേഴ്സിന് പകരം നമ്മുടെ പുതിയ സ്ട്രിങ് ആഡ് ചെയ്യപ്പെടും. ഓക്കെ, ദെൻ ഡിലീറ്റ് സ്റ്റാർട്ട് ഇൻഡെക്സിനും എൻഡ് ഇൻഡെക്സിനും ഇടയിലുള്ള സ്റ്റാർട്ടിങ് ഫ്രം ദാറ്റ് ഇൻഡെക്സ് ടു എൻഡ് ഇൻഡെക്സ് അത്രയും ക്യാരക്ടേഴ്സിനെ ഡിലീറ്റ് ചെയ്ത് കളയുന്നു ഓഫ് ദ സ്ട്രിങ്. ഓക്കെ, റിവേഴ്സ് എന്താണ്? സ്ട്രിങ് റിവേഴ്സ് ചെയ്യാൻ കപ്പാസിറ്റി നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, അതേ കോൺസെപ്റ്റ് തന്നെയാണ്. അതായത് ബൈ ഡിഫോൾട്ട് 16, അത് 16 എക്സീഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്? ഓട്ടോമാറ്റിക്കലി 16 × 2 + 2 ചെയ്യും. ദെൻ അത് 34 എന്ന് കിട്ടും. 34 വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും 34 × 2 + 2 ചെയ്യുന്നു. അങ്ങനെ പോകും. ഓക്കെ, അതായത് നേരത്തെ പറഞ്ഞ എൻഷുർ കപ്പാസിറ്റി തന്നെയാണ് ഇവിടെ. ഓക്കെ, ഇനി മറ്റൊരു ഭാഗം പഠിക്കാനുള്ളത് നമുക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രിംഗ് ആൻഡ് സ്ട്രിംഗ് ബഫർ. ഓക്കെ, സോ ആദ്യത്തെ തന്നെ സ്ട്രിംഗ് ക്ലാസ് എന്ന് പറയുന്നത് ഇമ്മ്യൂട്ടബിൾ ആണ്, വൈൽ സ്ട്രിംഗ് ബഫർ ഈസ് മ്യൂട്ടബിൾ ആണ്. അതുപോലെ തന്നെ സ്ട്രിംഗ് എന്ന് പറയുന്നത് സ്ലോ ആണ്, ആൻഡ് ഇറ്റ് കൺസ്യൂംസ് മോർ മെമ്മറി വെൻ യു കോൺകാറ്റ് ടു മെനി സ്ട്രിങ്സ് ബിക്കോസ് എവറി ടൈം ഇറ്റ് ക്രിയേറ്റ്സ് എ ന്യൂ ഇൻസ്റ്റൻസ്. അത് തന്നെയാണ്. അതായത് സ്ട്രിംഗ് എന്ന് പറയുന്നത് സ്ലോ ആണ്. വൈ? അതായത് ഇപ്പോൾ ഓരോ പ്രാവശ്യം നമ്മുടെ സ്ട്രിങ്ങിലോട്ട് ഓരോ കോൺകാറ്റിനേഷൻ അല്ലെങ്കിൽ അപ്പൻഡ് വരികയാണെങ്കിൽ അവിടെ പുതിയ സ്ട്രിംഗ് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും കുറേ മെമ്മറി അതുവഴി കൺസ്യൂം ചെയ്യുകയുമാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് സ്ലോ. ഓക്കെ, പക്ഷേ സ്ട്രിംഗ് ബഫറിൽ എന്താണ്? ഇറ്റ് ഈസ് ഫാസ്റ്റ്. അതായത് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒബ്ജക്റ്റിൽ തന്നെയാണ് അപ്പൻഡായി പോകുന്നത്. ഇറ്റ് ഈസ് നോട്ട് ക്രിയേറ്റിംഗ് എനി ന്യൂ ഒബ്ജക്റ്റ് ഓർ ഇറ്റ് ഈസ് നോട്ട് കൺസ്യൂമിങ് എനി ന്യൂ മെമ്മറി ലൊക്കേഷൻ. ഓക്കെ, ദെൻ അതുപോലെ തന്നെ സ്ട്രിംഗ് ക്ലാസ് ഓവർ റൈഡ്സ് ദ ഈക്വൽസ് മെത്തേഡ്സ് ഓഫ് ഒബ്ജക്റ്റ് ക്ലാസ്. ഓക്കെ, സോ യു ക്യാൻ കമ്പയർ ദ കണ്ടൻസ് ഓഫ് 2 സ്ട്രിങ്സ് ബൈ ഈക്വൽസ് മെത്തേഡ്. ഈക്വൽസ് മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് മെത്തേഡ് യൂസ് ചെയ്താണ് നമ്മൾ 2 സ്ട്രിങ്സിനെ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വി കാൺ കമ്പയർ ദ ക്യാരക്ടർ വൈസ്. പക്ഷേ സ്ട്രിംഗ് ബഫർ ക്ലാസ് ഡസൻറ്റ് ഓവർ റൈഡ് ദ ഈക്വൽസ് മെത്തേഡ് ഓഫ് ഒബ്ജക്റ്റ് ക്ലാസ്. പക്ഷേ സ്ട്രിംഗ് ബഫർ ക്ലാസ് അങ്ങനെ ഏതിനെ ഈക്വൽസ് എന്ന് പറയുന്ന മെത്തേഡിനെ ഓവർ റൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, ദീസ് ആർ ദ 3 മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രിംഗ് ആൻഡ് സ്ട്രിംഗ് ബഫർ. ഓക്കെ, സോ നമ്മുടെ സ്ട്രിംഗ് എന്ന് പറയുന്നതിൻ്റെ ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 3-4 ലെക്ചർ കൊണ്ടാണ് നമ്മൾ തീർത്തത്. സ്ട്രിംഗ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഹാവ് എ ഗുഡ് സ്റ്റഡി ഓവർ ഇറ്റ്. ദെൻ പ്രോഗ്രാംസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ട്രിംഗ് മാനിപ്പുലേഷന് വേണ്ടിയുള്ള എല്ലാ പ്രോഗ്രാംസും. ഓക്കെ, എനിവേ ഇന്ന് ഞങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ പാലിൻഡ്രോം എന്ന് പറയുന്ന പഴയ പ്രോഗ്രാം നിങ്ങൾക്കറിയാമല്ലോ, അത് ജാവയിലൊന്ന് ചെയ്യുക യൂസിങ് സ്ട്രിംഗ് ക്ലാസ് യൂസ് ചെയ്ത് നിങ്ങൾ പാലിൻഡ്രോം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ചെയ്ത് വെദർ ഇതാണ് ചെക്ക് ചെയ്യേണ്ടത്. ചെക്ക് വെദർ ദ സ്ട്രിംഗ് ഈസ് പാലിൻഡ്രോം ഓർ നോട്ട്. ഓക്കെ, അത് ചെക്ക് ചെയ്യുന്ന ഒരു പ്രോഗ്രാം എഴുതി അതിൻ്റെ ഔട്ട്പുട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്ത് തരിക. ഓക്കെ, താങ്ക് യു.